ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ യൂണിക്കോൺ 160 വണ്ടി അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറാൻ വേണ്ടി നമ്മൾ കയറ്റിയതാണ്. അപ്പോൾ നമ്മളത് ചെയിൻ സ്പോക്കറ്റ് മാറ്റാനായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയിൻ കിറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. അതായത് ചെയിനും 2 സ്പോക്കറ്റും വരും കേട്ടോ. അതായത് ഈ വീൽ വരും, ചെയിൻ സ്പോക്കറ്റ്, അങ്ങനെ കിറ്റായിട്ടാണ് വരാം. അതേപോലെ തന്നെ വീലിൻ്റെ ഉള്ളിൽ വന്ന റബ്ബറിൻ്റെ ആ കുഷൻ റബ്ബറുകൾ പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാക്ക് ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് ഈ തവണ കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാം. ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, ഈ തവണ കൂടി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തിയിട്ട് കൂട്ടത്തിട്ട് റീസെറ്റ് ചെയ്തേക്കും. പിന്നെ ടയറിൻ്റെ അവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. കാരണം എന്ന് വെച്ചാൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. നൂല് കാണണമെങ്കിൽ കാണണം കേട്ടോ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ പിടിവിട്ടുള്ള ഓട്ടമൊന്നും വേണ്ട. പറ്റുന്നുണ്ടെങ്കിൽ കൈയോടെ തന്നെ മാറ്റി കളയാം. ഞാനിപ്പോൾ ചെയിൻ സ്പോക്കറ്റുമായി ബന്ധപ്പെട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിൻ്റെ കേസ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് പോലെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ WD-40 ഒന്ന് അടിച്ച് ആ കോൺടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല, വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നമുക്ക് ചെയിൻ സ്പോക്കറിന് വന്നതെന്ന് പറഞ്ഞാൽ 1134 രൂപ തന്നെ. ഹോണ്ടയുടെ കമ്പനി കിറ്റാണ് കേട്ടോ, ഒറിജിനൽ കിറ്റാണ്. അപ്പോൾ 1134 രൂപ. ഡാംബർ സെറ്റായാലും 125 രൂപ ഉണ്ട് കേട്ടോ. നമുക്ക് ഓയിൽ പാർട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കേസ് നമുക്ക് ഈ സസ്പെൻഷൻ ലെങ്ത്തുള്ള ടൈപ്പ് സസ്പെൻഷനാണ് നമുക്ക് ഈ മോഡൽ വണ്ടികൾ വന്നത്. അപ്പോൾ ചെയിൻ ഒരുപാട് ലൂസായിട്ട് അടിക്കാൻ നോക്കരുത്. കാരണം ഏകദേശം നമുക്കൊരു 1000 കിലോമീറ്റർ ആകുമ്പോൾ ചെയിൻ എന്തായാലും ലൂസായിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ചെയിനിന് ലൂബ്രിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അതാണ് ശരിക്കും നമുക്ക് ചെയിനിൻ്റെ ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കുന്ന സംഭവമാണ്. ചെയിൻ ഡ്രൈ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെയിൻ ഡാമേജിലേക്ക് പോകും. അപ്പോൾ അത് പോവാതിരിക്കാനായിട്ട് ചെയിൻ അടിക്കാൻ വേണ്ടി നോക്കിക്കരുത്. 1000 കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ട് കയറ്റിയിട്ട് അത് ചെക്ക് ചെയ്യുക, ലൂസ് ഉണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യുക, ലൂബ്രിക്കേഷൻ കൊടുക്കുക. അതാണ് ചെയ്യാൻ പറ്റുക. ഒന്നാമത് ലെങ്ത്തുള്ള മോഡലായതുകൊണ്ട് ഇതിൻ്റെ ലൈഫ് കുറവാണ്, അത് പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നമുക്ക് കിട്ടുന്ന റിപ്ലൈ ചെയ്താൽ ഏകദേശം ഒരു 2 മണി 2:30 ആകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ.